ഗുരുക്കൾസ് ആയുർവേദ കളരിമർമ്മ ചികിത്സാലയത്തിന്റെയും കടത്തനാട് KP ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കളരിയിൽ വെച്ച് LSS, USS, SSLC ഉന്നത വിജയികളായ കളരിയിലെ വിദ്യാർത്ഥികളെയും പരിസര പ്രദേശത്തെ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ചടങ്ങ് നടത്തി. ചടങ്ങിൽ പ്രശസ്ത കവി ഗോപിനാരായണൻ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു സംസാരിച്ചു. വരാത്ത ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും പുറത്തുണ്ട്. ചിലപ്പോൾ അവര് ചെറിയ മാർക്ക് കൊണ്ടായിരിക്കും. നിങ്ങളെക്കാൾ മിടുക്കന്മാരായ മിടുക്കികളായ ഒരുപാട് കുട്ടികൾ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഫുൾ A+ കിട്ടാത്ത കുട്ടികൾ. അവരൊക്കെ മോശക്കാരാണോ? അല്ല. അപ്പോ നീ തോറ്റുപോകുമ്പോൾ ശിരസ്സുയർത്തി നടക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നിങ്ങൾ തോറ്റുപോകുമ്പോൾ, എവിടെയെങ്കിലും നിങ്ങൾ തോറ്റുപോകുന്നുണ്ടെങ്കിൽ, അവിടെ എന്റെ എല്ലാം തകർന്നുപോയി, എന്റെ കഴിവൊക്കെ പോയി, ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് സങ്കടപ്പെട്ട് ശിരസ് താഴ്ത്തി നടക്കുകയല്ല വേണ്ടത്. മറിച്ച് കളരിയിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രതിരോധങ്ങൾ തീർക്കുന്നത്, അതേപോലെ ആ തോറ്റുപോകുന്ന സമയം അടുത്ത ഘട്ടത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന രീതിയിലേക്ക് ശിരസ്സുയർത്തി നടക്കാൻ കഴിയുന്ന തന്റേടികളായ മക്കളായി നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകില്ല. അതോടൊപ്പം തന്നെ ഇലോൺ മസ്കിന്റെ അമ്മ പറഞ്ഞ രണ്ടാമത്തെ കാര്യമുണ്ട്. അതെന്താ? രണ്ടാമത്തെ കാര്യം എന്താ? നീ വിജയിക്കുമ്പോൾ ശിരസ് താഴ്ത്തി നടക്കണം. ഈ കളരി വിട്ടു പോകുമ്പോൾ ശിരസ് താഴ്ത്തണം നിങ്ങൾ. കാരണം ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ഫുൾ A+ SSLC കിട്ടിക്കഴിഞ്ഞാൽ ഞാനാണ് പുതുപ്പണത്തെ ഏറ്റവും മിടുക്കൻ. എന്നെക്കാളും വലിയ ആളില്ല. ഇതാ വലിയ പ്ലസ് സ്കൂളിന്റെ മുന്നില് മുഹമ്മദ് ഗുരുക്കളുടെ കളരിയിൽ നിന്ന് അവാർഡ്, അപ്പുറത്തുനിന്ന് വേറെ അവാർഡ്, ഇനി ഞാനാണ് വലിയ സംഭവം എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടല്ലേ. USS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പരാജയപ്പെടുത്താൻ ഈ ലോകത്താരുമില്ല എന്ന് ഏതെങ്കിലും കുട്ടി വിചാരിച്ചാൽ അടുത്ത ഘട്ടത്തിൽ അവൻ പരാജയപ്പെടും അല്ലേ. ഇവിടെ SSLC ഫുൾ A+ കിട്ടിയത് കൊണ്ട് മാത്രം കഴിഞ്ഞില്ല. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണം. അതുകൊണ്ട് വിജയം എന്ന് പറയുന്നത് അഹങ്കരിക്കാനുള്ളതല്ല എന്നാണ് ആ അമ്മ, ഇലോൺ മസ്കിന്റെ അമ്മ, വളരെ മനോഹരമായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓരോ വിജയവും എന്താണ്? അഹങ്കരിക്കാനുള്ളതല്ല, വീണ്ടും കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള ശേഷി നിങ്ങൾക്ക് ലഭ്യമാവേണ്ടതുണ്ട്. അതുകൊണ്ട് വിജയിക്കുമ്പോൾ മക്കളെ ശിരസ് താഴ്ത്തി നടക്കുക. തോറ്റുപോകുമ്പോൾ മക്കളെ ഞാൻ തോൽക്കുന്നവനല്ല, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയുന്ന കരുത്തുള്ളവരായി നിങ്ങൾക്ക് മാറാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല. മുഹമ്മദ് ഗുരുക്കൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ രജനി അധ്യക്ഷത വഹിച്ചു. PM പവിത്രൻ വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകി.
ഉന്നത വിജയികൾക്ക് സംഗീത മനോജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കളരി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു വ്യായാമ പദ്ധതി എന്ന നിലയിൽ ഈ കളരിയിൽ പഠിച്ച് SSLC എഴുതി പാസ്സായ വിദ്യാർത്ഥികളുണ്ട്, LSS പാസ്സായ വിദ്യാർത്ഥികളുണ്ട്. അവരെ അനുമോദിക്കുക എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ ഈ പരിസരത്തുള്ള കുറച്ച് വിദ്യാർത്ഥികളും കൂടി വന്നപ്പോൾ അവരെയും കൂടി ഒരു വിഷമം ഉണ്ടാക്കണ്ട എന്നുള്ള തന്നെയും കളരിയോട് അടുത്ത് ചേർന്നിരിക്കുന്ന പ്രദേശത്ത് മാത്രം ഒതുക്കിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. നമ്മൾ 9ഓളം SSLC വിദ്യാർത്ഥികളെയും അതുകൂടാതെ 6 USS LSS വിദ്യാർത്ഥികളെയും കൂടി നമ്മളിവിടെ അനുമോദിക്കുന്നുണ്ട്. അത് കളരിയിലെ സ്റ്റാഫിൻ്റെ മക്കളുണ്ട്, കളരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, നേരത്തെ പഠിച്ചുപോയ വിദ്യാർത്ഥികളുണ്ട്, അല്ലാതെ ഈ പരിസരത്ത് കളരിയുടെ തൊട്ടടുത്ത അയൽവാസികളായ വിദ്യാർത്ഥികളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ ഡോക്ടർ വിജിഷ, ഡോക്ടർ യാനിഷ്, നാരായണൻ പണിക്കോട്ടി, ശിവരാമൻ, ഷീന പെരുവണ്ണാമൊഴി എന്നിവർ സംസാരിച്ചു. മനോജൻ KKR നന്ദി പ്രകാശിപ്പിച്ചു. കളരി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.